മദ്യപാനിക്ക് തോന്നുന്നുണ്ട് എനിക്കിത് മദ്യപാനം നിർത്തിയേ പറ്റൂ, ഇത് ശരിയല്ല, ഇതെന്നെ ഒരുപാട് ബാധിക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തെ ബാധിക്കുന്നുണ്ട്, സങ്കടമുണ്ട് ആ കാര്യത്തിൽ. ഒരു വിരോധം മനസാക്ഷിയുള്ള മദ്യപാനിക്കത് മനസ്സിലാകും. അതുപോലെ മരുന്നുകൾ ഒരുപാട് കഴിച്ചു തോന്നും ഇത് നിർത്തണം, ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, അതും നമുക്കറിയാം. പക്ഷെ കഴിയുന്നില്ല, ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല. അതുപോലെ തന്നെ ഭോഗം, നമുക്ക് ഭോഗം നിർത്തി നമുക്ക് പിന്നെ ബ്രഹ്മചര്യ സുഖത്തിന് വേണ്ടി ശ്രമിക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇതൊന്നും നടക്കും. നമ്മൾ വിചാരിക്കും ഒരു ദിവസം 2 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, പിന്നെ പറ്റുന്നില്ല. അപ്പോൾ എന്നോട് എൻ്റെ പിന്നെ പല ശിഷ്യന്മാരും പറയാറുണ്ട്, അതായത് മാസ്റ്റർ ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഞങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്കത് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഈ കഴിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്കിത് കഴിയില്ല എന്ന് പറയാനുള്ള കാരണം, ഈ താഴ്ന്ന ബോധത്തിലുള്ള മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? അതായത് മനസ്സ് എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്കെന്ത് ബലം കിട്ടുമെന്ന് ചോദിക്കും. ഇതാണ് മനസ്സിൻ്റെ ഒരു ബേസിക് നേച്ചർ. അല്ല, താഴ്ന്ന ബോധത്തിൻ്റെ ഒരു ബേസിക് നേച്ചർ ഇതാണ്. എന്ത് ചെയ്താലും, ഒരു കാലെടുത്ത് മുൻപിലേക്ക് വെച്ചാലും ചോദിക്കും എനിക്കെന്ത് കിട്ടുമെന്ന് ചോദിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലായിടത്തും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും, എനിക്കെന്ത് കിട്ടും, ഞാനത് ചെയ്താൽ എനിക്കെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ബലം ചോദിക്കുന്ന ഒരു മനസ്സാണ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ, ആ മനസ്സിനെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്, അതിനെ നിയന്ത്രിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വർക്കാവുന്നില്ല, ബലം വരുന്നില്ല. നിങ്ങൾ എന്താണോ ദേഷ്യപ്പെടണമെന്ന് വിചാരിക്കുമ്പോൾ ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ചിട്ട് പറ്റണില്ലല്ലോ, എനിക്ക് പറ്റണില്ല. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ അതിനെന്തിനാ ബലം പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ദേഷ്യപ്പെടാതെ ഇരിക്കാൻ ശ്രമിച്ചൂടെ? നിങ്ങൾ ശ്രമിക്കേ, നിങ്ങളതിൽ പരാജയപ്പെട്ടോട്ടെ, 10 പ്രാവശ്യമോ 100 പ്രാവശ്യമോ പരാജയപ്പെട്ടോട്ടെ, ശ്രമിക്കുക നിങ്ങൾ. അപ്പോൾ ഒരാൾ പറയും, മാസ്റ്റർക്ക് സാഹചര്യമുണ്ടായിരുന്നു. അവരറിഞ്ഞുകൊണ്ടല്ല പറയണത്, അങ്ങ് പറയുകയാണ്, ഞങ്ങൾക്ക് സാഹചര്യമില്ല, അല്ല മറ്റേ ശിഷ്യന് സാഹചര്യമുണ്ട് അങ്ങനെ ചെയ്യാൻ, എനിക്ക് അവൻ്റെ സാഹചര്യം ഇല്ല. ഇതല്ല ഞാൻ പറയുന്നത്, സാഹചര്യം ഉണ്ടോ ഇല്ലയെന്നല്ല. നീ നിനക്ക് സാഹചര്യം തന്നാ നീ ഇത് ചെയ്യൂ? ഇല്ല, അപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം സാഹചര്യമല്ല ഇവിടുത്തെ വിഷയം. മനസ്സിൻ്റെ ഈ ഒരു ബേസിക് നേച്ചറാണ്, എന്ത് ചെയ്താലും എനിക്ക് അതിൻ്റെ ബലം അപ്പം കിട്ടണം, എനിക്ക് പണിയെടുത്ത കൂലി അപ്പം കിട്ടണം, അതാണ് എൻ്റെ നേച്ചർ. എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് ഒരുപാട് ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഉള്ള ആളാണ്, എനിക്ക് അത് അപ്പം തന്നെ കിട്ടണം. ശ്രീകൃഷ്ണൻ അർജുനെ ഏറ്റവും കൂടുതൽ ഭഗവത്ഗീതയിൽ ബോധ്യപ്പെടുത്തുന്ന ഒരേ ഒരു പോയിന്റ് ഇത് മാത്രമാണ്. അർജുന, നീ കർമ്മം ചെയ്യാൻ മാത്രമേ ബാധ്യസ്ഥനായിട്ടുള്ളൂ, ബലം ചോദിക്കാൻ നീ ആളല്ല, അതിന് നിനക്ക് അധികാരമില്ല. ബലം നീയുമായി ബന്ധമുള്ളൊരു കാര്യമല്ല, അത് വേറൊരു വിഷയമാണ്, അത് സംഭവിക്കുന്നതാണ്. ഫലം എങ്ങനെ വരണമെന്ന് നിനക്ക് തീരുമാനിക്കാൻ അവകാശമില്ല. എത്രയോ വ്യക്തമായിട്ടത് പറഞ്ഞിരിക്കുന്നു. നമ്മളത് ആരെങ്കിലും കേട്ടോ? മനസ്സിലാക്കിയോ? പരിശ്രമിക്കുക, നീ പരിശ്രമിക്കുക, ഫലം വേണ്ട. 10, 100, 200 പ്രാവശ്യം നീ പരിശ്രമിക്കുക, ഫലം വേണ്ട. എന്താ അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലേ? പറ്റും, പക്ഷെ മനസ്സിനത് പറ്റില്ല. മനസ്സ് അഹങ്കാരമാണ്. അതിന് ഞാൻ വിചാരിച്ച അപ്പം കിട്ടണം, അപ്പം നടക്കണം. കണ്ടല്ലേ ചില കുട്ടികൾ ദുർവാശയും പിടിവാശയും കണ്ടിട്ടില്ലേ? അപ്പം കിട്ടണം, എനിക്ക് ഇപ്പം ഇത് കിട്ടണം, കിട്ടിയേ പറ്റൂ, അല്ലെ ഞാൻ സമ്മതിക്കില്ല. ഇത് മനസ്സിൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. വലുതാകുമ്പോൾ നമ്മളത് മറച്ചു പിടിക്കുന്നു മാത്രമേ ഉള്ളൂ, പക്ഷെ ആ നേച്ചറൊന്നും പോകുകയൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇവിടെ ഒരു വലിയൊരു കളി നടക്കുന്നുണ്ട്. അതായത് ചോദ്യം ഇതാണ്, ബോധമാണോ ആദ്യം ബോധമാണോ ഉയർത്തേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും കുറയ്ക്കുകയാണോ വേണ്ടത്? ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? അല്ല അതിനുവേണ്ടി പരിശ്രമിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ സുഖം, ബോധശാസ്ത്ര ബ്രഹ്മചര്യ വെച്ച് സുഖം വർദ്ധിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ
ആ സുഖത്തിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ നടത്തുകയാണോ വേണ്ടത്? എപ്പോഴാണ് ബോധം ഉയരുക? നമുക്കൊരു കാര്യം വ്യക്തമായി പറയാം, ബോധം എന്താണെന്ന് നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. അതിനൊരു ഒബ്ജക്റ്റീവ് രൂപമില്ലതിന്. ഒരു വസ്തുബോധമില്ലാത്തൊരു ഒരു രൂപവും ഭാവവും ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് ഈ ബോധം എന്ന് പറയുന്നത്. നമുക്കറിയില്ല, അതൊരു ശൂന്യതയായിട്ട് നമുക്കത് അനുഭവപ്പെടുന്നുള്ളൂ. അപ്പോൾ ബോധത്തെ ഉയർത്താൻ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ബോധത്തെ ഉയർത്താൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? സാധ്യമല്ല. നമുക്ക് ബോധത്തെ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ബോധത്തെ ഉയർത്താൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് പറ്റുന്നൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അവയ്ക്ക് കൊടുക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് മാറ്റാം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിന് ആരുടെയും അനുവാദം വേണ്ട. ആ പരിശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ബലം കിട്ടണമെന്നില്ല, നിങ്ങൾക്ക് പരിശ്രമിക്കാം. അങ്ങനെ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ അതിന് നെഗറ്റീവ് സാഹചര്യമെന്നോ പോസിറ്റീവ് സാഹചര്യമെന്നോ നോക്കണ്ട. നെഗറ്റീവ് ആയിക്കോട്ടെ സാഹചര്യം, പോസിറ്റീവ് ആയിക്കോട്ടെ സാഹചര്യം, നിങ്ങൾക്ക് പരിശ്രമിക്കാമല്ലോ. എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ശിഷ്യന്മാരോട് ചോദിക്കാറുള്ളതാണ്. പരിശ്രമിക്കുക. നിങ്ങൾ നിരാശപ്പെടേണ്ട, പരിശ്രമിക്കുക. ആ പരിശ്രമം തന്നെ നിങ്ങളുടെ ബോധത്തെ ഉയർത്തും. അല്ലാണ്ട് നിങ്ങൾക്കത് കഴിയണമെന്നില്ല. എന്താ കാര്യം? നിങ്ങൾ ആ പരിശ്രമത്തിലൂടെ, ആവർത്തിച്ചുള്ള പരിശ്രമത്തിലൂടെ നിങ്ങൾ ബോധത്തിലേക്കൊരു സന്ദേശമാണ് കൊടുക്കുന്നത്, ഒരു സങ്കല്പമാണ് കൊടുക്കുന്നത്. എന്താണ് എനിക്ക് വേണ്ടത്? എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അടിസ്ഥാന ആവശ്യങ്ങളിലേക്ക് ചുരുങ്ങണം, കുറയണം. അപ്പം എനിക്ക് സ്ഥായിയായ സന്തോഷം വരും. ഇതാണ് എൻ്റെ ആവശ്യം. പക്ഷെ പറ്റണില്ല. ആഗ്രഹങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. വരട്ടെ, ശ്രമിക്കാമല്ലോ. നിങ്ങൾക്ക് 10 തവണയും 15 തവണയും 100 തവണയും നിങ്ങൾക്ക് ശ്രമിക്കാം. അതിനുള്ള ആത്മാർത്ഥത നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ എനിക്ക് സാഹചര്യമില്ല, എൻ്റെ സാഹചര്യം പോസിറ്റീവല്ല നെഗറ്റീവല്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് എന്താണ്? മനസ്സെന്ന് പറയുന്ന ആ നെഗറ്റീവ് ശക്തി, മനസ്സിൽ ഇരിക്കുന്ന നെഗറ്റീവ് ശക്തി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് നിങ്ങളോട് പറയേണ്ടത്. അത് അഹങ്കാരമാണ്. അത് പറയണത് എനിക്ക് സാഹചര്യമില്ല, അല്ലെ ഞാനിപ്പോൾ നേടിയാനേ. അപ്പോൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഫസ്റ്റ് പ്രയോറിറ്റി. ആ പരിശ്രമം നിങ്ങളുടെ ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പ്രയോറിറ്റി സന്തോഷത്തിന് വേണ്ടിയാണെന്ന്, അതിന് പ്രാധാന്യം കൊടുത്തുള്ളതാണെന്ന് നിങ്ങളൊരു മെസ്സേജ് കൊടുക്കുകയാണ് ആ പരിശ്രമത്തിലൂടെ. അങ്ങനെ കൊടുക്കുമ്പോൾ, അതുപോലെ നിങ്ങൾ മദ്യപാനം എനിക്ക് നിർത്തണമെന്ന്, നാളെ നിർത്തണം, പറ്റണില്ല, മറ്റന്നാൾ നിർത്തണം, പറ്റണില്ല, നിങ്ങൾ അത് ചിന്തിച്ചുകൊണ്ടിരിക്കൂ. എനിക്ക് നിർത്തണം, നിർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് സുഖമുണ്ടാവില്ല. എനിക്ക് സ്ഥായിയായ സുഖം വേണം, എൻ്റെ കുടുംബത്തിന് സ്ഥായിയായ സന്തോഷം വേണം, സുഖം വേണം, അതിനെനിക്ക് നിർത്തിയേ പറ്റൂ. നിർത്തണം, പറ്റുന്നില്ല, വാസനയായിപ്പോയി, ശീലിച്ചു പോയി, അതിന് അടിമപ്പെട്ടു പോയി. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ അതിന് അടിമപ്പെട്ടു പോയി, ഈ അടിമയിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ പുറത്ത് കിടക്കും? പല വിധത്തിലുള്ള അടിമത്തമാണ് എന്നോട് പലരും പിന്നെ പറയുന്നത്. ഞാൻ പറയും, അത് സാധിക്കും നിങ്ങൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. വേറെ ആർക്കും നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരാൻ കഴിയില്ല. നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ആ മെസ്സേജ് കൊടുത്തുകൊണ്ടേയിരുന്നാൽ, മറക്കാതെ നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നാൽ, നിങ്ങളുടെ ബോധം നിങ്ങൾ പോലും അറിയാതെ പതുക്കെ ഉയരാൻ തുടങ്ങും. അങ്ങനെ ഉയർന്നുയർന്ന് മുകളിലോട്ട് പോകും തോറും നിങ്ങൾക്ക് തനിയെ തന്നെ നിങ്ങൾക്ക് തോന്നും, എനിക്ക് എന്താ പറയുക, ഒരു നിറം ചൂസ് ചെയ്യണ്ട, ഒരു വില കൂടിയ തുണി ചൂസ് ചെയ്യണ്ട, എനിക്ക് അത് വേണ്ട, എനിക്കിത്. നിങ്ങളുടെ ആ ഓരോരോ ചൂസിങ്ങും നഷ്ടപ്പെടാൻ തുടങ്ങും. നിങ്ങൾ പോലും അറിയില്ല അത് നഷ്ടപ്പെടുന്നത്. നിങ്ങൾ പോലും അത് അറിയണമെങ്കിൽ സൂക്ഷിച്ചു നോക്കണം. കഴിഞ്ഞ കൊല്ലം ഞാൻ എന്തെല്ലാം ചിന്തിച്ചിട്ടാണ് ഒരു വസ്ത്രം എടുത്തത്, പക്ഷെ ഇപ്പം ഞാൻ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയും ആ വ്യത്യാസം. പക്ഷേ മറക്കാതെ ഈ സങ്കല്പങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം, പരിശ്രമം നൽകിക്കൊണ്ടിരിക്കണം, കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം അത്രയും ശക്തമാണ് വാസനാദോഷങ്ങൾ. വാസന എന്ന് പറഞ്ഞാൽ അതിന് ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും ശക്തിയുണ്ട്. അതിന് നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹവും ആ ആവശ്യവും വെറുതെ വരുന്നതല്ല.
അതിൻ്റെ പിന്നിലൊരു ഹോർമോണും കൂടി വരുന്നുണ്ട്, ഒരു എൻസൈം കൂടി വരുന്നുണ്ട്. ആ എൻസൈമോ ആ ഹോർമോണും നിങ്ങളെ ഇത് റിയലെന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നാൽ എന്ത് പരിശ്രമം? സന്തോഷം സ്ഥായിയാവണം. എനിക്ക് 24 മണിക്കൂറും കിട്ടുന്ന സന്തോഷം എനിക്ക് വേണം. എനിക്കിത് വേണ്ട, എനിക്ക് നൈമിഷിക സന്തോഷം വേണ്ട, എനിക്ക് എൻ്റെ മനസ്സ് 24 മണിക്കൂറും സന്തോഷത്തിലായിരിക്കണം എന്ന് നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്ത് തീരുമാനിച്ച് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പ്രയോറിറ്റി മാറ്റുകയാണ്. അതിനുപോലെ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് കിട്ടട്ടെ എന്നിട്ട് ഞാൻ സന്തോഷിക്കാം. ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണത്. ഒരിക്കലും നടക്കില്ല. എന്താ കാര്യം? നിങ്ങളൊരാഗ്രഹം നേടി സന്തോഷിക്കാൻ തുടങ്ങുമ്പോഴേക്കും അടുത്ത ആഗ്രഹം അതിനെ മൂടിയിട്ടുണ്ടാവും, അടുത്ത ആവശ്യം അതിനെ മൂടിയിട്ടുണ്ടാകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, സുഖത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പരിധിയുണ്ട്. എന്താ കാരണം ശരീരത്തിനൊരു രോഗം എപ്പോൾ വരും, ഒരു അപകടം എപ്പോൾ വരും, ഒരു എന്താ പറയുക, ദാരിദ്ര്യം എപ്പോൾ വരും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മുടെ സമ്പത്തൊക്കെ എപ്പോൾ തകർന്നു പോകുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ. ഞാൻ പറയണത് ശ്രമിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ സുഖം വർദ്ധിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം റീഅറേഞ്ച് ചെയ്യപ്പെടുന്നത് കാണാം. അതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞത്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വെൻ യു കറക്റ്റ് യുവർ സെൽഫ് എവറിത്തിങ് വിൽ ബി ഓട്ടോമാറ്റിക്കലി കറക്റ്റഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ ഒരു ഭാഗമാണിത്. നിങ്ങളുടെ താഴ്ന്ന ബോധത്തെ നിങ്ങൾ പരിശ്രമം കൊണ്ട് നിങ്ങൾ പതുക്കെ ഉയർത്തി കുറേ നാൾ കഴിയുമ്പോൾ ഈ ബോധം ഒരു ഉയർന്ന തലത്തിലെത്തും. അപ്പോൾ നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ വേറൊരു തലത്തിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഡിസോർഡറിൽ നിന്നും അത് ഓർഡറിലേക്ക് വരാൻ തുടങ്ങും. പക്ഷെ പ്രകൃതിയിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല, ജീവനിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. നിങ്ങൾ ബോധം ഉയർത്തിയത് കൊണ്ട് വയസ്സായ നിങ്ങൾ ചെറുപ്പക്കാരനാവില്ല, തിരിച്ചു പോകൂല. എന്താ കാരണം ജീവൻ നമ്മുടെ സങ്കല്പമല്ല. അതിൻ്റെ കാരണം നമ്മുടെ സങ്കല്പങ്ങളാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ, വേറൊരാളുടെ സങ്കല്പത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഒന്ന് ചെയ്യാം, ജീവിക്കുന്ന കാലഘട്ടത്തിൽ അത്രയും ആ കാലഘട്ടത്തിലുടനീളം നമുക്ക് സുഖമായിരിക്കാൻ കഴിയും. അത് ഗ്യാരണ്ടീഡാണ്, അതിന് പറ്റും. നിങ്ങൾ ബോധശാസ്ത്ര ബ്രഹ്മചര്യവും നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള എല്ലാ എന്താ പറയുക വാസനാശീലങ്ങൾ, ഭൗതികമായ വാസനാശീലങ്ങൾ, അതായത് നിങ്ങളുടെ ജീവിതചര്യയിലുള്ള വാസനകൾ, ആ ജീവിതചര്യയിലുള്ള വാസനകളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മൾ ബുദ്ധനിൽ കണ്ടത്. 90 വയസ്സ് വരെ ബുദ്ധനൊരു രോഗം ഉണ്ടായെന്ന് നമ്മൾ എവിടെയും വായിച്ചിട്ടില്ല.